നമ്മളിപ്പം ആകാശദൂത് എടുത്താലേ ഞങ്ങളൊക്കെ നോക്കുമ്പോൾ അന്ന് NF വർഗീസ് ചേട്ടൻ ഒരു മിമിക്രി കലാകാരനാണ്. അദ്ദേഹത്തിനാണ് വില്ലനായിട്ട് ആകാശദൂതിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പൊതുവെ വില്ലൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കാഴ്ചയിൽ സിനിമയിൽ വില്ലൻ എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ വന്ന് ഇറങ്ങിയ വില്ലൻ വന്നു തോന്നുന്ന വില്ലന്മാരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ പത്രത്തിലൊക്കെ വാർത്ത വായിക്കുമ്പോൾ പല കേസിലെ പ്രതികളും പല പോലീസ് പിടിച്ച ആൾക്കാരും ഒക്കെ വളരെ സാധാരണത്വം തോന്നുന്ന സാധാരണക്കാർക്കിടയിലുള്ള അല്ലെ ആൾക്കാരായിട്ടാണ്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും വളരെ സാത്വികന്മാരായ ആളുകളെ പിടിച്ച് ഇതുപോലെയുള്ള വില്ലനാക്കി കൊണ്ടുവരുന്നത്. ഡെന്നിസ് കൺസീവ് ചെയ്ത ആ പടത്തിലെ വില്ലൻ അജിത്ത് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, അത് പടത്തിന്റെ അവസാനം അറിയാവുള്ളൂ ഇയാൾ വില്ലനാണെന്ന്. എങ്ങനെ ഒരു തോന്നലേക്ക് ഉണ്ടായിരുന്നു ഡെന്നിസിന്. മലയാള സിനിമ അതുവരെ കണ്ടിരുന്നതെല്ലാം നമുക്ക് വലിയ വലിയ വില്ലന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉമ്മുക്ക മുതല് ബാലങ്ക മുതല് ഒത്തിരി പേരുണ്ട്. TG രവിചേട്ടൻ, ഞാൻ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ ഇവര് ഒക്കെ ഈ പറഞ്ഞ മാതിരി ഇപ്പം ഷാരടി പറഞ്ഞ മാതിരി വന്നിറങ്ങുമ്പോഴേ അറിയാം, ആദ്യത്തെ ഷോട്ടിൽ തന്നെ അറിയാം ഇവനാണ് പ്രശ്നക്കാരൻ എന്നറിയാം. അതങ്ങനെ അല്ലാതെ ഒരു ചിത്രം വരണം എന്ന് ഉദ്ദേശിച്ചാണ് അവർ പലരെയും അന്വേഷിച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ആര് പറഞ്ഞാലും ജോഷി സാറിന് ഒരു ഉറപ്പ് വേണമെങ്കിൽ വേറെ ഒരാൾ പറയണം. അതാരാണെന്നുള്ളത് ഡെന്നിസിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിറക്കൂട്ടുകൾ ഇല്ലാതെ എന്നൊരു പുസ്തകം ഡെന്നിസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ട് ഒരു സ്ഥലത്ത് ഇത് ചീട്ട് നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോ ഈ ഓരച്ചേട്ടൻ ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. അതെ പേര് എഴുതിയിട്ടുണ്ട്. വടക്കൻ പറവൂര്. അതെ, അത് വെച്ചിട്ടാ പറയുന്നതെന്ന് പറഞ്ഞു. അത് ഒരു എഞ്ചിനീയർ ആയിരുന്നു, ക്വാളിഫൈഡ് എഞ്ചിനീയർ ആയിരുന്നു. നമ്മൾ വില്ലന്മാരെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നല്ല വൈശാലി പോലുള്ള ചിത്രത്തിലെ വലിയ രാജാപാത്ര കഥാപാത്രം തൊട്ട് നിരവധി വില്ലനായിട്ടും 90കളുടെ പകുതിയിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ ആ കാലത്തെ യുവാക്കളെ എല്ലാം ഇഷ്ടംപോലെ ഹിറ്റ് സിനിമകളിലൂടെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട ബാബു ആന്റണി ചേട്ടൻ. അദ്ദേഹം ഇപ്പോൾ ഡെന്നിസ് സാറിനെ ഓർക്കുന്നു. മലയാളത്തിലെ ഏറ്റവും നല്ല തിരക്കഥാകൃത്തുക്കളിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ ഡെന്നിസ് ജോസഫിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് പ്രണാമം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. ഭരതേട്ടനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അപ്പം അന്ന് ഞാനൊരു കൊച്ചു പയ്യനാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു സൗഹൃദം അല്ലെങ്കിൽ അവരുമായിട്ട് സൗഹൃദം പുലർത്താനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഈവൻ തമിഴ് സിനിമ പോലും ഒരുപാട് സിനിമകൾ ഡെന്നിച്ചാനെ അല്ല ഡെന്നിസ് ജോസഫിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മണിരത്നം സാറിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു. അഞ്ജലി എന്ന സിനിമ എഴുതാൻ വേണ്ടി ഡെന്നിച്ചാനെ അദ്ദേഹം വിളിച്ചതാണ്. പക്ഷേ ഡെന്നിച്ചാന് സൗകര്യം ഉണ്ടായില്ല. അഞ്ജലി എന്ന സിനിമയിൽ ഡെന്നിച്ചാൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രഭുവിൻ്റെ ക്യാരക്ടറിന് ഡെന്നിസ് ജോസഫ് എന്ന് പേരിടുകയും ചെയ്തു. അപ്പം അഞ്ജലി സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കൊച്ചിയിലേക്ക് പോകുന്ന വഴിക്ക്, ഞാനും വൈഫും പോകുന്ന വഴിക്ക് ഡെന്നിച്ചാൻ എന്നെ ഇങ്ങനെ വിളിക്കുന്നു, ഒന്ന് ഏറ്റുമാനൊരു വീട്ടിൽ കയറിയിട്ട് പോകാൻ പറയുന്നത്. അപ്പം ഞാനവിടെ കയറുമ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നു, വജ്രം എന്നൊരു സിനിമ പ്ലാൻ ചെയ്യണം, അതിൽ ഈ ഒരു ക്യാരക്ടർ സംഭവം ചെയ്യണം. അപ്പം ഞാൻ ആക്ച്വലി ഒരു ഡൽഹി ടൂർ വൈഫ് ഞാനും കൂടെ പ്ലാൻ ചെയ്യണം, താജ്മഹലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയല്ല, ഇത് ചെയ്യണോ അതോ താജ്മഹൽ കാണാൻ പോകണോ? അപ്പം മമ്മൂക്കായും വിളിച്ചു. മമ്മൂക്ക പറഞ്ഞു, ബാബു ഇത് വിടരുത്, നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വൈഫിനെ സൈഡിൽ വിളിച്ചിട്ട് ചോദിച്ചു, താജ്മഹൽ കാണണോ പടം ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞു, താജ്മഹൽ അവിടെ ഉണ്ടാവും, പടം ചെയ്യാൻ പറഞ്ഞു. അന്ന് ഇപ്പോഴത്തെ പോലെ എൻ്റെ അറിവിൽ ഈ കൊമേഴ്സ്യൽ സിനിമകളും അല്ലെങ്കിൽ ക്ലാസ് പടങ്ങളും രണ്ട് വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത് രണ്ടും ചെയ്യുന്ന സംവിധായകർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യെങ്കിലും ഡെന്നിസ് ജോസഫ് സാറിനെ പോലൊരു കൊമേഴ്സ്യൽ എഴുത്തുകാരനെ ആ സമയത്തുള്ള ഭരതൻ പത്മരാജൻ, അങ്ങനെയുള്ള KG ജോർജ്, ഇവർക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു എന്നും. പ്രണാമം ഭരതൻ സാറിന് വേണ്ടിയിട്ടുള്ള തിരക്കഥയാണ്. KG ജോർജ് സാറിന് വേണ്ടി പടം എഴുതിയിട്ടുണ്ട് അദ്ദേഹം, അല്ലേ? കഥയ്ക്ക് പിന്നിൽ എന്ന് പറയുന്ന ഒരു ചിത്രം KG ജോർജ് സാറിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്. ഞാൻ ഗന്ധർവൻ സംവിധാനം കഴിഞ്ഞിട്ട് അതിന്റെ പ്രിവ്യൂവിന് ഡെന്നിസ് ജോസഫ് സാറിനെ വിളിച്ചിട്ടാണ് പത്മനാഭൻ സാറ് അഭിപ്രായം ചോദിച്ചിട്ടും കാര്യങ്ങളും പറയുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു എഴുത്തുകാരനെ സംബന്ധിച്ച് വലിയ ഒരു അംഗീകാരമാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ ഒതുങ്ങി പോകാതെ പലതരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് സമ്മാനിക്കാനാകുക എന്ന് പറയുന്നത് വലിയ ഒരു നേട്ടമാണ് അദ്ദേഹത്തിന്റെ. പ്രിയപ്പെട്ട ഡെന്നിസ് ജോസഫ് സാറിന്റെ അമ്മയുടെ സഹോദരനാണ്, അമ്മാവനാണ്, ചലച്ചിത്ര പ്രവർത്തകനും കൂടെ ആയിട്ടുള്ള നിർമ്മാതാവാണ്, അഭിനേതാവാണ് പ്രിയപ്പെട്ട പ്രേം പ്രകാശ് സാർ. ഡെന്നിസ് ജോസഫ് എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ. മലയാളം വളരെയധികം തൊട്ടറിഞ്ഞ നല്ലൊരു തിരക്കഥാകൃത്ത്. അതിലുപരി എന്നെ സംബന്ധിച്ച്
എൻ്റെ കുടുംബാംഗം. അതായത് നനച്ചിരിയാത്ത ഒരു സമയത്തായിരുന്നു ഡെന്നീസിൻ്റെ മരണം. ഞാൻ ഒരു സിനിമ മാത്രമേ ഡെന്നീസിനെ വെച്ച് എടുത്തിട്ടുള്ളൂ, ആകാശദൂത്. ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമയുടെ വിജയം പ്രധാനമായും അതിൻ്റെ തിരക്കഥ തന്നെയാണ്. വളരെ മനോഹരമായ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഡെന്നീസ് അതിലെടുത്തിരുന്നു. ന്യൂഡൽഹി, നിറക്കൂട്ട്, ശ്യാമ, കോട്ടയം കുഞ്ഞച്ചൻ എന്ന് വേണ്ട നമ്മുടെയൊക്കെ മലയാളികളുടെ മനസ്സിൽ എന്നും പതിഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ സിനിമകൾക്ക് അവൻ തിരക്കഥ എഴുതി. അഥർവം പോലെയുള്ള സിനിമകൾ ഡയറക്റ്റ് ചെയ്തു. ഇവിടെ പറയുമ്പോൾ എനിക്ക് ധാരാളം ഓർമ്മകളുണ്ട്. ഡെന്നീസിൻ്റെ ചെറുപ്പം, ഞങ്ങളുടെ തറവാട്ടിൽ അവൻ വളർന്നു വന്നതും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ ഡെന്നീസ് ജോസഫ് എന്നും ജീവിക്കും. സിനിമാ മേഖലയിൽ എന്നും ഓർമ്മിക്കപ്പെടും എന്നെനിക്കറിയാം.